എല്ലാ പ്രേക്ഷകർക്കും മെഡിട്രാക്കിലേക്ക് സ്വാഗതം. ഇന്ന് മെഡിട്രാക്ക് ഡിസ്കസ് ചെയ്യുന്ന വിഷയം പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആണ്. സാധാരണ പല എപ്പിസോഡിൽ നമ്മൾ സ്ത്രീകളിലുണ്ടാകുന്ന അമിത രക്തസ്രാവത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. എന്നാൽ ഇന്ന് എന്താണ് ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്? ഈ വിഷയമാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാസർഗോഡ് വിഷൻ്റെ മെഡിട്രാക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നീരജയാണ്. മാം വെൽക്കം. ഹലോ ഡോക്ടർ, നമ്മൾ സാധാരണ ഒപ്പിയിൽ മാഡത്തിന് കാണാറുണ്ട്, അല്ലെങ്കിൽ വരാറുണ്ട് എത്രയോ പേഷ്യൻ്റ്, അതായത് അമിത രക്തസ്രാവം എന്ന വിഷയത്തെക്കുറിച്ച്. പക്ഷേ ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, ഐ തിങ്ക് ദാറ്റ് നമ്മുടെ ഈ ടോപ്പിക്ക് നമ്മൾ മെഡിട്രാക്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ന്യൂ ടോപ്പിക്കാണ്. ആക്ച്വലി വാട്ട് ഈസ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്? പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ഫസ്റ്റ് അറിയണമെങ്കിൽ മെനോപോസ് എന്താണ്, എപ്പോഴാണ് മെനോപോസ് ആയി എന്ന് കൺഫേം ചെയ്യുന്നത്, അത് ഫസ്റ്റ് മനസ്സിലാക്കണം. സോ മെനോപോസ് പറയുമ്പോൾ ആർത്തവം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുന്ന ഒരു ഫേസ് അല്ലെ ഒരു സ്റ്റേജിനെയാണ് മെനോപോസ് പറയുന്നത്. സോ ഇന്ത്യയിലാണെങ്കിൽ സ്ത്രീകളിൽ 45 to 55 ഇയേഴ്സ് ആണ് മോസ്റ്റ് കോമണസ്റ്റ് സ്റ്റേജ്, മെനോപോസ് ആവുന്ന കോമണസ്റ്റ് സ്റ്റേജ്. പിന്നെ മെനോപോസ് 12 മാസം നമുക്ക് തുടർച്ചയായി മെൻസസ് ഉണ്ടാവാൻ പാടില്ല. സോ അങ്ങനെ 12 മാസം മെൻസസ് ഉണ്ടാവാണ്ട് നിൽക്കുന്ന ആ ഒരു ഫേസ്, അതിനെയാണ് മെനോപോസ്. ഈ മെനോപോസ് ഫേസ് കഴിഞ്ഞിട്ട് അഥവാ ബ്ലീഡിങ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ആഫ്റ്റർ 12 months കൺസിക്യൂട്ടീവ് 12 months അത് കഴിഞ്ഞിട്ട് നമുക്ക് അഥവാ ബ്ലീഡിങ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു ഡിസീസിനെ കുറിച്ച് അല്ലെങ്കിൽ രോഗത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് മോസ്റ്റ് കോമണസ്റ്റ് കോസ് പറയുന്നത് അട്രോഫിക് എൻഡോമെട്രിയം. സോ അട്രോഫിക് എൻഡോമെട്രിയം പറഞ്ഞാൽ നമ്മളെ മെനോപോസ് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മളെ ശരീരത്തിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും. സോ ദ മെയിൻ റീസൺ ഇസ് നമ്മളെ സ്ത്രീകൾക്ക് വേണ്ട ഹോർമോൺസിൻ്റെ അളവ് നല്ലോണം കുറയുന്നത് കൊണ്ട് അതിൻ്റെ മെയിൻ എഫക്റ്റ് നമ്മളെ റിപ്രൊഡക്റ്റീവ് ഓർഗാൻസിലാണ്. ദാറ്റ് ഈസ് യൂട്രസ്, സെർവിക്സ്, ഫലോപ്പിയൻ ട്യൂബ്സ്, അണ്ഡാശയങ്ങൾ, ഇതൊക്കെ ചുരുങ്ങാൻ തുടങ്ങും. ഇതേപോലെ നമ്മളെ യൂട്രസിൻ്റെ സൈസ് നല്ലോണം ചുരുങ്ങും, യൂട്രസിൻ്റെ ഉൾഭാഗത്തിൻ്റെ കട്ടി നല്ലോണം കുറയും. ആ കട്ടി കുറയുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു 1 എപ്പിസോഡ് അല്ലെ 2 എപ്പിസോഡ്സ് ഓഫ് സ്മോൾ സ്പോട്ടിങ് അല്ലെ ചെറിയ രീതിയിൽ ഒരു സ്റ്റെയിൻസ് ഉണ്ടാവാം. അത് ബിക്കോസ് ഓഫ് അട്രോഫിക് എൻഡോമെട്രിയം ആണ്. ഇതാണ് ഏറ്റവും മോസ്റ്റ് കോമണസ്റ്റ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് റീസൺസ് അല്ലെ കോസസ് പറയുമ്പോൾ ഒന്ന് എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ്. സോ എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ് ഇന്ത്യയിലാണെങ്കിൽ ഓൾമോസ്റ്റ് 10% സ്ത്രീകളിൽ എൻഡോമെട്രിയൽ ക്യാൻസേഴ്സ് കാണാറുണ്ട്. എൻഡോമെട്രിയൽ ക്യാൻസർ പറയുമ്പോൾ നമ്മളെ യൂട്രസിൻ്റെ ഉൾഭാഗത്തിൻ്റെ ആ ഭാഗത്താണ് ക്യാൻസർ ഉണ്ടാവുന്നത്. സോ അങ്ങനെ ക്യാൻസർ ഉണ്ടെങ്കിലും പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് കാണാറുണ്ട്. നെക്സ്റ്റ് കോസ് സെർവൈക്കൽ ക്യാൻസർ. സോ സെർവൈക്കൽ ക്യാൻസർ ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് കോമണസ്റ്റ് ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു എത്ര കോമൺ ആണ് നമുക്കതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കാൻ പറ്റാറില്ല. ശരിക്കും ഇന്ത്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസർ ഇൻ ഫീമെയിൽസ് ആണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ആണ്. സെക്കൻഡ് പൊസിഷനാണ് സെർവൈക്കൽ ക്യാൻസർ. സെർവൈക്കൽ ക്യാൻസർ പറയുമ്പോൾ ഗർഭാശയ മുഖ ക്യാൻസർ അല്ലെങ്കിൽ ഗർഭസഞ്ചിൻ്റെ വായിൻ്റെ അവിടെ വരുന്ന ക്യാൻസർ. സോ ഇങ്ങനെ സെർവൈക്കൽ ക്യാൻസേഴ്സ് ഉണ്ടെങ്കിലും ഇതേപോലെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് കാണാറുണ്ട്. നെക്സ്റ്റ് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ പറഞ്ഞാൽ നമ്മളെ യൂട്രസിൻ്റെ ഉൾഭാഗത്തിൻ്റെ കട്ടി അമിതമായി കൂടാൻ തുടങ്ങും. സോ ജനറലി എന്താ ആവണ്ടേ, വയസ്സാവും തോറും യൂട്രസിൻ്റെ സൈസ് കുറയണം, ഉൾഭാഗത്തിൻ്റെ കട്ടി കുറയണം. പക്ഷേ ഈ ഉൾഭാഗത്തിൻ്റെ കട്ടി കൂടാൻ തുടങ്ങും. സോ ദാറ്റ് ഈസ് ഓൾസോ വൺ കോസ് ഫോർ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്. പിന്നെ യൂട്രസിൻ്റെ ഉള്ളിൽ ചെറിയ തടിപ്പോ അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലഷി മാസ്, എൻഡോമെട്രിയൽ പോളിപ്സ് എന്ന് പറയും. സോ ഇങ്ങനത്തെ എൻഡോമെട്രിയൽ പോളിപ്സ് ഉണ്ടെങ്കിലും നമുക്ക് മെനോപോസ് കഴിഞ്ഞിട്ട് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് ആസ് യൂഷ്വൽ നമുക്ക് യൂട്രസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, യൂട്രസിൽ ക്യാൻസേഴ്സ് ഉണ്ടെങ്കിൽ, ഫെലോപ്പിയൻ ട്യൂബ്സിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഒവേരിയൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ ഓവറീസിൽ എന്തെങ്കിലും ക്യാൻസേഴ്സ് ഉണ്ടെങ്കിലും ഇതേപോലെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് റെയർ കേസസിൽ ചിലപ്പം മെഡിസിൻസ്, ചില സ്ത്രീകൾ എന്താ പറഞ്ഞാൽ ചില ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കും. മോസ്റ്റ് കോമണസ്റ്റ് ഐ പിൽസൊക്കെ, സഡൻ ആയിട്ട് എമർജൻസി പിൽസൊക്കെ അവരെ മെൻസസ് നിന്നിട്ടുണ്ടാവാം. പക്ഷെ ഔട്ട് ഓഫ് ഫിയർ
ദേ ടേക്ക് ഐ പിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കും. ആ ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കുന്നത് കൊണ്ടും ഇതേപോലെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ഉണ്ടാവാം. ഇതിൻ്റെ മറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏതൊക്കെയാണ്? ഒരു ഡോക്ടർ സാധാരണ സജസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയായിരിക്കും? ജനറലി ഇങ്ങനെ തന്നെ ഒരു പേഷ്യൻറ്റ് നമ്മളെ അടുത്ത് വരുമ്പോൾ വി ടേക്ക് എ ഡീറ്റെയിൽഡ് ഹിസ്റ്ററി എടുക്കും. സോ എപ്പോഴാണ് അവരെ മാസക്കുള്ളി നിന്നത്, മെൻസസ് സ്റ്റോപ്പ് ആയത്, അതിന് ശേഷം എത്ര മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ബ്ലീഡിങ് കണ്ടത്, പിന്നെ അവരെ ഒരു ഏജ് ഒന്ന് നോക്കും. അതേപോലെ ഫാമിലി ഹിസ്റ്ററി, അവരെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസേഴ്സ് ഉണ്ടോ, അവരെ മദർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ്, ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സിന് ആർക്കെങ്കിലും എൻഡോമെട്രിയൽ ക്യാൻസേഴ്സോ ഓവേറിയൻ ക്യാൻസേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഹിസ്റ്ററീസ് ഉണ്ടോ, പിന്നെ അവരെന്തെങ്കിലും മെഡിസിൻസ് എടുക്കാറുണ്ടോ, അവർ ഒബീസ് ആണോ, ഭയങ്കര തടി അമിത വണ്ണം ഉണ്ടോ, പിന്നെ അവരെ ഒരു മെൻസ്ട്രൽ സൈക്കിൾ, പണ്ടത്തെ ലൈക്ക് മെൻസ്ട്രൽ ഹിസ്റ്ററി, ഫസ്റ്റ് അവർ മെൻസസ് ആയ ഏജ് എപ്പോഴാണ്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മെൻസസ് സ്റ്റാർട്ടായോ, അല്ലെങ്കിൽ അവരെ മെനോപോസ് വളരെ ലേറ്റ് ആയിരുന്നോ. സോ ഓൾ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നമുക്ക് റിസ്ക് പിക്കപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും. സോ എക്സാമിനേഷനിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നമ്മളെ വജൈന, യോനി ഭാഗം ഒന്ന് എക്സാമിൻ ചെയ്യും. ചിലപ്പോൾ അറിയാണ്ട് ചില സ്ത്രീകൾക്ക് എന്താ പറയുക, ചെറിയൊരു ഇഞ്ചുറീസ് അല്ലെ ട്രോമ, അത് കാരണം ഇതേപോലെ ബ്ലീഡിങ് ഉണ്ടാവാം. സോ നമ്മൾ എക്സ്റ്റേർണലി ആ ഭാഗമൊക്കെ നോക്കും. പിന്നെ ഉള്ളു പരിശോധിക്കും. സോ നമ്മൾ ഉള്ളു പരിശോധന പറയുമ്പോൾ നമ്മളെ യൂട്രസിൻ്റെ വായ് അല്ലെങ്കിൽ സെർവിക്സ്, ഗർഭാശയ മുഖം, ആ ഒരു ഭാഗം എക്സാമിൻ ചെയ്യും. സോ ഇറ്റ് ഈസ് എ പെയിൻലെസ് പ്രൊസീജിയർ. നമ്മൾ ഒ പി ഡിയിൽ നോർമലായിട്ട് എക്സാമിനേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ സെർവിക്സിൻ്റെ ആ കണ്ടീഷൻ എങ്ങനെയുണ്ട്, എന്തെങ്കിലും അവിടെ ഗ്രോത്ത് ഉണ്ടോ, അവിടെ എന്തെങ്കിലും പോളിപ്സ് ഉണ്ടോ, പിന്നെ അവിടെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, അതൊന്ന് നോക്കും. പിന്നീടാണ് വി ഗോ ഫോർ ട്രാൻസ് വജൈനൽ സോണോഗ്രഫി പറഞ്ഞ സ്കാനിങ് ചെയ്യും. സ്കാനിങ് ചെയ്തിട്ട് വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് ബ്ലീഡിങ്, ആക്ച്വലി എൻഡോമെട്രിയം ആണോ, യൂട്രസിൻ്റെ ഉൾഭാഗമാണോ, ഉൾഭാഗത്തിൽ പ്രശ്നങ്ങൾ ഇല്ലത് കാരണമാണോ ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുന്നേ നോക്കും. അല്ലെങ്കിൽ യൂട്രസിൽ തന്നെ എന്തെങ്കിലും തകരാറുണ്ടോ, ട്യൂബ്സിൽ പ്രശ്നങ്ങളുണ്ടോ, അണ്ടാശയത്തിൽ പ്രശ്നങ്ങളുണ്ടോ. സോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്കാനിങ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് ഇൻ ജനറൽ നമ്മളൊരു പ്രൊസീജിയർ. പാപ്സ്മിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പാപ്സ്മിയർ ടെസ്റ്റ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി എ വെരി സിമ്പിൾ പ്രൊസീജിയർ. ഒരു ഒ പി ഡി പ്രൊസീജിയറാണ്. ഏതൊരു പേഷ്യൻ്റ് ഒ പി ഡിയിൽ വന്നാലും ഇറ്റ് ഈസ് എ പെയിൻലെസ് പ്രൊസീജിയർ, നമുക്ക് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഈ പാപ്സ്മിയർ ചെയ്യുന്നത് ബേസിക്കലി നമ്മൾ യൂട്രസിൻ്റെ മൗത്ത് അല്ലെങ്കിൽ സെർവിക്സ്, ഗർഭാശയ മുഖം, ആ ഒരു റീജിയനാണ് നമ്മൾ ഈ പാപ്സ്മിയറിൽ എക്സാമിൻ ചെയ്യാൻ പോകുന്നത്. സോ നമ്മളെ യൂട്രസിൻ്റെ മൗത്ത് അല്ലെങ്കിൽ സെർവിക്സ്, അവിടെ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, അവിടെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവാം, അവിടെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസമാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റാണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ്. സോ ഈ പാപ്സ്മിയർ ടെസ്റ്റിൽ എന്താ ചെയ്യുക പറഞ്ഞാൽ ദെർ ഇസ് എ ബ്രഷ്. സോ ഇതിനെയാണ് നമ്മളൊരു സെർവൈക്കൽ ബ്രഷ് പറയാം. സോ ഈ ഒരു സിമ്പിൾ ബ്രഷും ഇതൊരു ലിക്വിഡ് പ്രിസർവേറ്റീവ് ആണ്. സോ നമ്മൾ പേഷ്യൻറ്റിനോട് ലൈ ഡൗൺ ചെയ്യാൻ പറയും. എന്നിട്ട് ഉള്ളു പരിശോധിക്കുന്ന പോലെ നമ്മൾ പേഷ്യൻറ്റിനെ എക്സ്പോസ് ചെയ്യും. എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഗർഭസഞ്ചീൻ്റെ വായ് ആ ഒരു ഭാഗം നമ്മൾ നോക്കും. നോക്കിക്കഴിഞ്ഞ് ഈ ഒരു ബ്രഷ് നമ്മൾ ആ സെർവിക്സിൻ്റെ ആ ഭാഗത്തിലേക്കൂടെ ഒരു ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. സോ അവിടുത്തെ സെൽസ് കളക്ട് ചെയ്യലാണ് നമ്മളെ മെയിൻ എയിം. ഓക്കെ. സോ ഈ ബ്രഷിനെ കൊണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ ഒന്ന് സ്വീപ്പ് ചെയ്യും. സ്വീപ്പ് ചെയ്തിട്ട് അവിടുത്തെ സെൽസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു ലിക്വിഡ് പ്രിസർവേറ്റീവിൽ നമ്മൾ ഇടും. എന്നിട്ട് ദാറ്റ് വി സെൻഡ് ഇറ്റ് ഫോർ അനാലിസിസ്. സോ നമുക്ക് ഇതിലേക്കൂടെ അറിയാൻ പറ്റുന്നത് എന്താ പറഞ്ഞാൽ സെർവിക്സിൽ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ, ക്യാൻസർ പോലെയുള്ള മാറ്റങ്ങളുണ്ടോ. ഇൻഫാക്ട് ക്യാൻസറിൻ്റെ വളരെ ഏർലി സ്റ്റേജസ്, പ്രീ ഇൻവേസീവ് ലീഷൻസ് പറയും. സോ വളരെ ഏർലി സ്റ്റേജസ് വരെ നമുക്ക് ഈ പാപ്സ്മിയർ ടെസ്റ്റിലേക്കൂടെ പിക്കപ്പ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഏതൊരു സ്ത്രീയും സെക്ഷുവലി ആക്റ്റീവ് ആണെങ്കിൽ ഫ്രോം ദി ഏജ് ഓഫ് 22 ടിൽ ദി ഏജ് ഓഫ് 60 അറ്റ്ലീസ്റ്റ് 3 times എങ്കിലും ഈ പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഏറ്റവും കോമൺ കംപ്ലയിൻ്റ് ആണ് ഈ വെള്ളപ്പോക്കും അതിൻ്റെ ബുദ്ധിമുട്ടും പിന്നെ സെക്ഷുവലി ആക്റ്റീവ് ആവുമ്പോൾ ഇല്ല ഡിസ്കംഫർട്ടൊക്കെ വളരെ കോമൺ ആണ് പലർക്കും. സോ ഇതൊക്കെ നമ്മളെ സെർവൈക്കൽ റീജിയൻ അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിൻ്റെ അവിടെ ഇൻഫെക്ഷൻസ് ഇല്ലതുകൊണ്ടും അവിടെ പ്രശ്നങ്ങൾ ഇല്ലതുകൊണ്ടുമാണ്. സോ എന്താണ് പ്രശ്നം?
അതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് അതറിയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ പാപ്സ്മിയർ ടെസ്റ്റ്. കാരണം ചിലൊരു ഈ പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളോ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷനോ ആവശ്യമില്ല. ദെൻ 2-3 തിങ്സ് ഉണ്ട്. ഈ ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓൺലി ആഫ്റ്റർ ആർ മെൻസസ് ആണ്. സോ പോസ്റ്റ് മെൻസസ് ഫേസിൽ മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. പിന്നെ നമുക്ക് അഥവാ നല്ലോണം ഇൻഫെക്ഷൻസ് ഉണ്ട്, നല്ല രീതിയിൽ അബ്നോർമലായിട്ട് വജൈനൽ ഡിസ്ചാർജസും അതൊക്കെ ഉണ്ടെങ്കിൽ വി ഓൾവേസ് അഡ്വൈസ് ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ആണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഈ മാം ഇതിൽ നമ്മളിപ്പം സെല്ല് കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് അതായത് സെൻഡ് ചെയ്യും. അതിനുശേഷം റിസൾട്ട് വന്ന് എന്തെങ്കിലും അബ്നോർമൽ പിന്നെ കാണുകയാണെങ്കിൽ പിന്നീടുള്ള ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ഏത് തരത്തിലാണ് രീതിയിൽ പിന്നീട് അത് സംടൈംസ് നമ്മൾ ഇത് സാധ്യതകളായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇത് ഈ ടെസ്റ്റിന് വിധേയമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് റിപ്പോർട്ട് വരുമല്ലോ, പിന്നീട് ഉണ്ടാകുന്ന പോസിബിലിറ്റി ഏതൊക്കെ? ജനറലി ഈ ടെസ്റ്റ് ഇപ്പം നമ്മളെ കേസിലാണെങ്കിൽ മെനോപോസ് കഴിഞ്ഞിട്ട് അഥവാ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഇസ് ദ സോഴ്സ് ഓഫ് ബ്ലീഡിങ് അല്ലെങ്കിൽ കോസ് ഓഫ് ബ്ലീഡിങ് സെർവിക്സ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ കണ്ടീഷൻ ഈ ഒരു ടോപ്പിക്കിലാണെങ്കിൽ. ബട്ട് ജനറലി പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യുന്നത് സെർവിക്സിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ, ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ, അതെങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഏത് തരത്തിലെ ഇൻഫെക്ഷൻസ് ആണ്, അതൊക്കെ നമുക്ക് ഈ പാപ്സ്മിയർ ടെസ്റ്റിലേക്ക് കൂടെ അറിയാൻ പറ്റും. സോ ഇഫ് ഇറ്റ് ഈസ് എ ഫംഗൽ ഇൻഫെക്ഷൻ നമ്മൾ അന്നേരം അതിനനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇൻഫാക്ട് നമ്മളെ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത് മെയിൻലി ഒരു വൈറസ് ആണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഇൻഫാക്ട് ആ വൈറസ് വരെ നമുക്ക് ഈ പാപ്സ്മിയർ ടെസ്റ്റിലേക്കൂടെ കണ്ടുപിടിക്കാൻ പറ്റും. സോ അതിൻ്റെ ഒരു HPV DNA ടെസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. ഈ പാപ്സ്മിയർ ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നമുക്ക് ഈവൻ ദാറ്റ് വൈറസ് മേജറായിട്ട് ക്യാൻസർ കോസ് ചെയ്യുന്ന വൈറസ് വരെ നമുക്കിതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സോ അതൊക്കെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ വി ക്യാൻ ടേക്ക് നീഡഡ് പ്രിക്കോഷൻസ്. ഇൻഫാക്ട് ക്യാൻസർ സ്റ്റേജിലേക്ക് കൺവേർട്ട് ആവുന്നതിൻ്റെ മുൻപേ തന്നെ ഡിറ്റക്ഷൻ പറ്റും. വളരെ നേരത്തെ അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് വളരെ ഈസി. ഇറ്റ് ഈസ് പെയിൻലെസ് പ്രൊസീജിയർ. വേറെ ഒരു ഹെഡേക്കും ഇല്ല. ശരിക്കും പറഞ്ഞാൽ എനിബഡി ആൻഡ് എവ്രിബഡി ഷുഡ് ഡു ഇറ്റ് ആഫ്റ്റർ ദി ഏജ് ഓഫ് 21-22. പിന്നെ സെക്ഷുവലി ആക്റ്റീവ് ആയിരിക്കണം ആൻഡ് ടിൽ ദി ഏജ് ഓഫ് 60. ആ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയ്ക്ക് ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു 3 times മിനിമം വി ഷുഡ് ഡു ഇറ്റ്. ഓക്കെ. സി മാം, നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ഈ ടോപ്പിക്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ സ്കാനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഗർഭാശയത്തിൽ നമുക്ക് എൻഡോമെട്രിക് അല്ലെങ്കിൽ തിക്നെസ് ആയിട്ട് നമുക്ക് ചില പോർഷൻസ് കാണാറുണ്ട്, ഫ്ലഷ് ആയിട്ടുള്ളത്. അത് ഇപ്പോൾ നമ്മുടെ ഈ ടോപ്പിക്കിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഓക്കെ. നമുക്ക് മെനോപോസ് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർത്തവം കംപ്ലീറ്റ്ലി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ യൂട്രസ് ചുരുങ്ങണം. യൂട്രസിൻ്റെ ഉൾഭാഗത്തിൻ്റെ കട്ടി കുറയണം. ദാറ്റ് മീൻസ് എൻഡോമെട്രിയൽ തിക്നെസ് അത് കുറയണം. എത്ര കുറവായിരിക്കണം പറഞ്ഞാൽ ദ കട്ട് ഓഫ് ഇസ് 4 mm അല്ലെങ്കിൽ മാക്സിമം 5 mm. സോ 5 mm താഴെ തന്നെ ഇരിക്കണം. ഓക്കെ. പക്ഷേ ചില ആൾക്കാരിൽ മെനോപോസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് മെല്ലനെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ ഈ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് 8 mm, 10 mm, 12 mm, ചിലപ്പോൾ 20 mm വരെ കാണാറുണ്ട്. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് നീഡ്സ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ്. അപ് ടു 20 mm പോകുന്ന അതൊരു എൻഹാൻസ്മെന്റിലേക്ക്, യൂട്രസിന് ഒരു എൻഹാൻസ്മെന്റിലേക്ക്. യൂട്രസ് അല്ല, യൂട്രസിനെ കാട്ടിയും ആ ഉള്ളിലത്തെ തിക്നെസ് ഭയങ്കരമായിട്ട് അമിതമായി വണ്ണം കൂടിക്കൊണ്ട് നിൽക്കുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് അബ്നോർമൽ. അത് ശരിക്കും പറഞ്ഞാൽ ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് നേച്ചർ. അക്കോർഡിംഗ് ടു നേച്ചർ നമ്മൾ എന്താ പറഞ്ഞാൽ അതെല്ലാം തിക്നെസ് കുറയണം, യൂട്രസ് ചുരുങ്ങണം, എല്ലാം കുറഞ്ഞു പോവുക വേണ്ടേ. പക്ഷേ ഇതിൻ്റെ തിക്നെസ് കൂടുന്നുണ്ടെങ്കിൽ ദെൻ സംതിങ് ഇസ് റോങ്. ചിലപ്പം ഹോർമോണൽ ഇംബാലൻസസ് ആവാം, ചിലപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആവാം, ചിലപ്പം ക്യാൻസറിന്റെ സാധ്യത. ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് അല്ലെങ്കിലും ഇപ്പം ഈ പറയുന്ന പോലെ ഇത് യൂട്രസിനകത്തുള്ള തിക്നെസ് ഒരുപാട് എൻഹാൻസ് ചെയ്യുന്നത് ഓവർ ബ്ലീഡിങ്ങിന് അപ്പുറത്തേക്ക് മാഡം ഇപ്പോൾ സൂചിച്ചതുപോലെ അതൊരു ക്യാൻസറിലേക്കുള്ള അതെ, ദാറ്റ് ഈസ് ഓൾവേസ് ദി ഫസ്റ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സൈനാണത് ശരിക്കും പറഞ്ഞാൽ. സോ ഇഫ് സപ്പോസ് ഭയങ്കരമായിട്ട് എൻഡോമെട്രിയൽ തിക്നെസ് ഉണ്ട് ആൻഡ് ദ പേഷ്യൻറ്റ് ഹാസ് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്, ദെൻ ഓൾവേസ് നമ്മളെ മൈൻഡിൻ്റെ ബാക്കിൽ നമുക്ക് ക്യാൻസർ ഉണ്ടോ, ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പറഞ്ഞിട്ടൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ടാവും. അന്നേരം പിന്നെ നമ്മൾ എന്തായാലും അത് ഫെർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. സോ ആ തിക്നെസ് എന്തുകൊണ്ടാണ് കൂടിയേ, ആ തിക്നെസ് അല്ലെങ്കിൽ ആ ടിഷ്യൂസ് നമ്മൾ എടുത്ത് അസസ്മെൻറ്റ് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ തിക്നെസ് ഈ ടോപ്പിക്ക് വരുന്നത് മാം നമ്മൾ സാധാരണ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗത്ത് പോലും നമ്മൾ ചില ബയോപ്സിക്കെല്ലാം അയക്കാറുണ്ട്. ഇവിടെ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ്? യെസ്.
ആക്ച്വലി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എൻഡോമെട്രിയൽ ബയോപ്സി ആണ്. സോ അഥവാ ഇങ്ങനെ പോസ്റ്റ് മെനോപോസ് ബ്ലീഡിംഗ് ആയിട്ട് ഒരു സ്ത്രീ വന്നാൽ ഞാൻ പറഞ്ഞതുപോലെ ഹിസ്റ്ററി എടുക്കും, ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യും, പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യും, സെർവിക്സ് ആണോ റീസൺ ഫോർ ദ ബ്ലീഡിംഗ് എന്ന് നോക്കും. അല്ല, സെർവിക്സ് അല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ദെൻ വി ഗോ ഹെഡ് ഫോർ സ്കാനിങ്. സ്കാനിങ്ങിൽ യൂട്രസ് ആണോ റീസൺ, അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉൾഭാഗമാണോ, എൻഡോമെട്രിയൽ തിക്നെസ് നോക്കും. അഥവാ തിക്നെസ് ഭയങ്കര കൂടുതലാണ്, പിന്നെ എൻഡോമെട്രിയത്തിൻ്റെ ഒരു സ്ട്രക്ചറൽ പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട്, ഭയങ്കര കൂടുതൽ തിക്നെസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് വി ഗോ ഫോർ എൻഡോമെട്രിയൽ അസസ്മെൻറ്റ്. സോ അത് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് OPD പ്രൊസീജിയറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് തിങ് ഇസ് എൻഡോമെട്രിയൽ പിപ്പിൾ സാമ്പിളിംഗ് പറയും. ജസ്റ്റ് ലൈക്ക് പാപ്സ്മിയർ തന്നെ, പക്ഷേ ഇത് നമ്മളിപ്പം യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇട്ട്, ഈ യൂട്രസിൻ്റെ ഉൾഭാഗത്തിൻ്റെ കട്ടി കൂടുതലല്ലേ, സോ ആ ടിഷ്യൂസ് നമ്മൾ ഈ ഒരു സിറിഞ്ചും ഈ ഒരു ചെറിയൊരു പിപ്പിളിലേക്കൂടെ നമ്മൾ ആ ടിഷ്യൂസും സെൽസും കളക്ട് ചെയ്ത് അത് പരിശോധനക്ക് അയക്കും. ഇതും ഒരു പെയിൻലെസ് പ്രൊസീജിയർ തന്നെ ആയിരിക്കും. ഇത് ആക്ച്വലി പെയിൻലെസ് ആണ്. ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും, ബിക്കോസ് നമ്മൾ ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് യൂട്രസിൻ്റെ ഉള്ളിൽ ഇടുന്നത് കൊണ്ടില്ല ഒരു ചെറിയ ഡിസ്കംഫർട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ബട്ട് ദെൻ ഇറ്റ് ഈസ് നോട്ട് വെരി പെയിൻഫുൾ. നമ്മളൊരു OPD പ്രൊസീജിയറായിട്ട് റെഗുലർ ബേസിസിൽ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ്. അഥവാ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു ചെറിയൊരു പിപ്പിൾ അല്ലെങ്കിൽ ഇങ്ങനെ സാമ്പിളിങ് ചെയ്യാൻ പറ്റുന്നില്ല, സെർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഖത്തിൻ്റെ ആ ഒരു എൻട്രി നല്ല ടൈറ്റാണ്, ക്ലോസ്ഡ് ആണ്, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഭയങ്കര പെയിൻ ഇൻടോളറൻ്റ് ആണെങ്കിൽ ദെൻ വി ഗോ for endometrial biopsy. Endometrial biopsy under sedation. നമ്മളൊരു ചെറിയ അനസ്തീഷ്യ സെഡേഷൻ കൊടുത്ത് ആൻഡ് ദെൻ വി പ്രൊസീഡ്. നമ്മൾ ആ ഉൾഭാഗത്തിൻ്റെ ടിഷ്യൂസ് കളക്ട് ചെയ്യും, ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കളക്ട് ചെയ്ത് അത് വി സെൻഡ് ഇറ്റ് ഫോർ അനാലിസിസ്. എന്നിട്ട് നോക്കും എന്തുകൊണ്ടാണ് ഈ ടിഷ്യൂസ് തിക്നെസ് കൂടിയത്, ടിഷ്യൂസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ക്യാൻസർ പോലെയുള്ള മാറ്റങ്ങളുണ്ടോ, ഇൻഫെക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ. സോ അതൊക്കെ നമുക്ക് ഈ എൻഡോമെട്രിയൽ ബയോപ്സി ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. സോ എൻഡോമെട്രിയൽ പിപ്പിൾ സാമ്പിളിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. സോ ഇതാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്. സോ ഇതെങ്ങനെയാണ് പറഞ്ഞാൽ, സോ ഇതാണ് പിപ്പിൾ. ഓക്കെ, സോ നമ്മൾ ഇത് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. ഇത് അറ്റാച്ച് ചെയ്ത് സോ നമ്മൾ ഗർഭസഞ്ചീൻ്റെ ഇതാണ് സെർവിക്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഖം ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്ത്, ഇപ്പം നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് എത്തി കഴിഞ്ഞ് നമ്മൾ മെല്ലനെ അവിടുത്തെ ടിഷ്യൂസും അവിടുത്തെ ചെറിയ രീതിയിൽ സെൽസൊക്കെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മെല്ലനെ വി അഗെയിൻ ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ഇവിടെ കിട്ടുന്ന ഈ സാമ്പിളാണ് നമ്മൾ ടെസ്റ്റിന് അയക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് സച്ച് എ തിൻ, വളരെ തിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പെയിൻലെസ് ആണ്. ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും, ബട്ട് ദെൻ ഇറ്റ് ഇസ് സോ തിൻ. അതുകൊണ്ട് അനസ്തീഷ്യ വേണ്ട, ഒന്നും വേണ്ട, ഒന്നിൻ്റെ ആവശ്യമില്ല. ഇറ്റ് ഇസ് വെരി തിൻ. ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് ഉണ്ടാവും, അത് ആ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഒരു ചെറിയ ഡിസ്കംഫർട്ട്, അതല്ലാണ്ട് ഇറ്റ് നെവർ കോസസ് മച്ച് ഓഫ് എ പെയിൻ. അതേപോലെ വേറെ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കില്ല. വി ക്യാൻ ഡു ഇറ്റ് ഇൻ OPD പ്രൊസീജിയറാണ്, ഒരു അനസ്തീഷ്യയും വേണ്ട. സോ ഇറ്റ് ഈസ് എ വെരി ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ചോയ്സ് ആണിത്. ഇപ്പോൾ സാധാരണ സ്കാനിങ്ങിൽ എൻഡോമെട്രിക് പോളിപ്പ് കണ്ടെത്തുകയാണെങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് പ്രോസീജിയർ, എന്താണ് ചെയ്യുന്നത്? എൻഡോമെട്രിയൽ പോളിപ്സ് അഥവാ നമ്മൾ സ്കാനിങ്ങിൽ കണ്ടിട്ടുണ്ടെങ്കിൽ സോ വി ഗോ ഫോർ ഹിസ്ട്രോസ്കോപ്പിക് റിമൂവൽ. ഹിസ്ട്രോസ്കോപ്പിക് റിമൂവൽ പറയുമ്പോൾ നമ്മൾ ലാപ്രോസ്കോപ്പി പോലെ തന്നെ. ലാപ്രോസ്കോപ്പി എന്താണ്, നമ്മൾ ക്യാമറ ഇട്ട് നമ്മളെ അബ്ഡോമിൻ്റെ ഉള്ളിൽ വി ക്രിയേറ്റ് ഹോൾസ്, ക്യാമറ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഉള്ളിൽ അബ്ഡോമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി വിഷ്വലൈസ് ചെയ്യും. നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ടാണ് നമ്മൾ ഓപ്പറേഷനും പ്രൊസീജിയേഴ്സൊക്കെ ചെയ്യുന്നത്. അതേ പ്രിൻസിപ്പിൾ. സോ അതേപോലെ തന്നെ നമ്മൾ ഹിസ്ട്രോസ്കോപ്പ് പറഞ്ഞ് ഒരു ക്യാമറ വഴി നമ്മളെ വജൈനേൻ്റെ നമ്മളെ നാച്ചുറൽ ആയിട്ടില്ലേ ഓറിഫൈസ് അല്ലെങ്കിൽ ഹോൾസിൽ കൂടെ നമ്മൾ ആ ഹിസ്ട്രോസ്കോപ്പ് ഇട്ട് സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. സോ യൂട്രസിൻ്റെ ഉൾഭാഗം എങ്ങനെയുണ്ട്, എവിടെയാണ് ഈ പോളിപ്പ്, ഏത് തരത്തിലെ പോളിപ്പാണ്, അത് നമുക്ക് നോക്കി വിഷ്വലൈസ് ചെയ്ത് വി ക്യാൻ റിമൂവ് ഇറ്റ്.
സോ ദാറ്റ് ഈസ് ആക്ച്വലി വളരെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ എൻഡോമെട്രിയൽ പോളിപ്സ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ഹിസ്ട്രോസ്കോപ്പി വഴി റിമൂവ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് നമുക്കത് കാണാൻ പറ്റും. അതുമാത്രമല്ല, യൂട്രസിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും തകരാറുണ്ടോ, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതും നമുക്ക് സ്ക്രീനിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് അപ്രോച്ച്. അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ബ്ലൈൻഡായിട്ട് നമ്മൾ DNC പ്രൊസീജിയർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ബ്ലൈൻഡായിട്ട് വി ഹാവ് ടു സ്ക്രേപ്പ് ആൻഡ് ടേക്ക് ദാറ്റ് പോളിപ്പ് ഔട്ട്. പക്ഷേ ഐ വുഡ് ഓൾവേസ് സേ ഇറ്റ് ഇസ് ബെറ്റർ ടു ഗോ ഫോർ ഹിസ്ട്രോസ്കോപ്പി. യെസ്, ഹിസ്ട്രോസ്കോപ്പി അവൈലബിൾ ആണ് നിങ്ങളെ ഹോസ്പിറ്റലിലെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഓൾവേസ് ബെറ്റർ. ഹിസ്ട്രോസ്കോപ്പിക് റിമൂവൽ ആണ് എപ്പോഴും നല്ലത്. നമ്മൾ നേരത്തെ സാധാരണ ഈ ബയോപ്സി പോകുന്ന സമയത്ത് നാച്ചുറലി കൂടുതലും നമ്മളിപ്പോൾ ക്യാൻസറിന് ലീഡ് ചെയ്യുന്നൊരു പോസിബിലിറ്റിയിലാണ് അധികവും ബയോപ്സി എന്ന് ജനറലായിട്ട് നമ്മൾ കളിക്കുന്നത്. ഇവിടെയും അതേ സിറ്റുവേഷനിലേക്ക് റേസ് ചെയ്യാൻ ഡിഫറെന്റ് ആണ്. നമ്മൾ സാധാരണ ബയോപ്സി എന്ന് കേൾക്കുന്ന സമയത്ത് ബയോപ്സി പറയുമ്പോൾ എല്ലാവരും ക്യാൻസർ ആയിട്ട്, അതെ, ക്യാൻസർ ആയിട്ടാണ് കൂടുതൽ റിലേറ്റ് ചെയ്യാം. ബട്ട് ഇറ്റ് ഇസ് നെവർ ലൈക്ക് ദാറ്റ്. ബയോപ്സി പറയുമ്പോൾ ഇറ്റ് ഇസ് ജസ്റ്റ് അസസ്മെന്റ് ഓഫ് ദാറ്റ് ടിഷ്യൂ, അത്ര തന്നെ. സോ ആ ടിഷ്യൂസ് എന്തെങ്കിലും ഒരു അബ്നോർമൽ ടിഷ്യൂസ് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് എന്താ അമൗണ്ടിനെക്കാട്ടി കൂടുതൽ ടിഷ്യൂസ് ഉണ്ടെങ്കിൽ വി സെൻഡ് ഇറ്റ് ഫോർ അനാലിസിസ്. അത് സെൻഡ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ബയോപ്സി. സോ അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്കം ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ആവാം, ചിലപ്പം ഹോർമോണൽ ഇംബാലൻസസ് ആവാം, ചിലപ്പം വേറെ എന്തെങ്കിലും ചെറിയ ഗ്രോത്ത് വിച്ച് ഇസ് നോൺ ക്യാൻസറസ് ആവാം. വളരെ ചെറിയ ശതമാനം ആൾക്കാരിൽ മാത്രമേ അത് ക്യാൻസർ ആയിട്ട് വരാറില്ലൂ. സാധാരണ ബയോപ്സിക്ക് സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു തീരുമാനത്തിലെത്തും. അതിന്റെ ഒരു റിസൾട്ട് അവർ തന്നെ പറയും ബയോപ്സിയാണ് മിക്കവാറും ഇത്. നെവർ. സി എൻഡോമെട്രിയൽ ബയോപ്സി പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ ടെസ്റ്റ്. ഓക്കെ, ജസ്റ്റ് എ ടെസ്റ്റ് ടു അസസ് നമ്മളെ എൻഡോമെട്രിയം അല്ലെങ്കിൽ യൂട്രസിന്റെ ഉൾഭാഗം അസസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ്. ഇറ്റ് ഈസ് നെവർ അത് ക്യാൻസറിന് മാത്രമേ ചെയ്തുകൂടൂ, അല്ലെ ക്യാൻസർ അത് ചെയ്താൽ അത് ക്യാൻസർ ആണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു നമുക്കുണ്ടാകുന്ന ഒരു ഡൗട്ട്സ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനുള്ള ഒരു പ്രോസസ് ആയിട്ട് ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റ്. ഇപ്പം നമ്മൾ സ്കാനിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്കാനിങ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതേപോലെ ഇറ്റ് ഈസ് എ ടെസ്റ്റ്, ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റ്. നമ്മൾ ആ ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ എന്താണ് പ്രശ്നം കണ്ടുപിടിക്കലാണ്. സോ ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എൻഡോമെട്രിക്, നമുക്ക് ഈ പിന്നെ യൂട്രസിനകത്തുള്ള തടിപ്പുണ്ടല്ലോ, അത് ഈ എൻഡോമെട്രിക് പോളിപ്പ് എന്ന് പറയുന്നതും അതിനകത്തുള്ള അത് ഇത് രണ്ടും ഒന്നാണോ? അല്ല, എൻഡോമെട്രിയൽ തിക്നെസ് കൂടുന്നത് അത് ഡിഫറെൻ്റ് ആണ്. ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. എൻഡോമെട്രിയൽ പോളിപ്സ് പറഞ്ഞിട്ട് കുറച്ചെണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ വൺ റീസൺ ഫോർ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്. സോ എൻഡോമെട്രിയൽ പോളിപ്പ് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇറച്ചി കഷ്ണം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഫ്ലഷി മാസ് നമ്മളെ എൻഡോമെട്രിയത്തിൻ്റെ ഉള്ളിൽ അതിങ്ങനെ ഉള്ളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. സോ ദാറ്റ് ഈസ് ഓൾസോ സംതിങ് അബ്നോർമൽ ഗ്രോത്ത് ആണ്. അതും ചിലപ്പം നമുക്ക് മെൻസസ് സ്റ്റോപ്പ് ആയതിനു ശേഷം ബ്ലീഡിങ് ഉണ്ടാക്കാനുള്ള ഒരു റീസൺ ആണ്. സോ അങ്ങനെ ഒരു എൻഡോമെട്രിയൽ പോളിപ്പ് അഥവാ നമ്മൾ സ്കാനിങ്ങിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് എടുത്ത് മാറ്റണം, അത് നീക്കി മാറ്റണം. ആൻഡ് ദെൻ വി ഹാവ് ടു സെൻഡ് ഇറ്റ് ഫോർ അനാലിസിസ്. ടെസ്റ്റ് ചെയ്തിട്ട് അതെന്താണ്, നോർമൽ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ചേഞ്ചസ് ഉണ്ടോ ആ പോളിപ്പിൽ നോക്കും. ഓക്കെ, ഈ എൻഡോമെട്രിയൽ പോളിപ്പ് എന്ന് പറയുന്ന പോലെ സെർവിക്കൽ പോളിപ്പ് എന്ന് കേട്ടിട്ടുണ്ട്, എന്താണത്? ഇതെല്ലാം സെർവൈക്കൽ പോളിപ്സ് ആയാലും എൻഡോമെട്രിയൽ പോളിപ്സ് ആയാലും ഇതൊക്കെ നമുക്ക് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് ഉണ്ടാക്കാൻ പറ്റും. സോ സെർവൈക്കൽ പോളിപ്പ് പറയുമ്പോൾ സെർവിക്സിൻ്റെ അവിടുന്ന് ഒരു ചെറിയൊരു ഫ്ലഷി മാസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇറച്ചി കഷ്ണം, ഒരു ചെറിയൊരു ഗ്രോത്ത് ഇങ്ങനെ പ്രൊജക്റ്റ് ആയിട്ട് നിൽക്കും. ചിലപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും നമുക്ക് മെനോപോസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്സ് ഉണ്ടാവാം. സോ ദാറ്റ് ഈസ് എ കോസ് ഓഫ് ബ്ലീഡിങ്. അഥവാ സെർവൈക്കൽ പോളിപ്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് ഡെഫിനറ്റ്ലി വി ഹാവ് ടു സെൻഡ് ഇറ്റ് ഫോർ ടെസ്റ്റിംഗ്, അനാലിസിസ് ചെയ്യണം. അതിൻ്റെ ടിഷ്യൂസ് എല്ലാം നോർമലാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ദെൻ വി വിൽ നോട്ട് ഹാവ് എനി ബ്ലീഡിങ്. പിന്നെ അത് നോൺ ക്യാൻസറസ് ആണെങ്കിൽ പിന്നെ വേറെ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമോ ഇല്ല. പക്ഷെ അത് റിമൂവ് ചെയ്യണം. വി ഷുഡ് നെവർ കീപ് ഇറ്റ്. സി മാം, നമ്മൾ അപ് ടു ഇതുവരെ നമ്മൾ നോൺ ക്യാൻസറസ് ആ ഒരു ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇറ്റ് ഈസ് ക്യാൻസർ. അഥവാ നമ്മൾ ഇതേപോലെ പേഷ്യൻസ് മെനോപോസ് കഴിഞ്ഞിട്ട് ബ്ലീഡിംഗ് ആയി വന്നു, നമ്മൾ സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ലോണം തിക്നെസ് കൂടി അല്ലെങ്കിൽ വേറെ എന്തോ ഒരു വളർച്ചയുണ്ട്, അതിൻ്റെ ഒരു സ്ട്രക്ചറൽ പാറ്റേൺ ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്, കളർ ഫ്ലോ ഓൺ അൾട്രാസൗണ്ട് ഡിഫറെൻ്റ് ആണ്, അങ്ങനെയാണെങ്കിൽ ദെൻ ഒബ്വിയസ്ലി വി ഗോ ഫോർ എൻഡോമെട്രിയൽ ബയോപ്സി. ബയോപ്സിയിൽ നമ്മൾ ഈ എൻഡോമെട്രിയം അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉൾഭാഗം നല്ലോണം സ്ക്രേപ്പ് ചെയ്ത് ആ ടിഷ്യൂസൊക്കെ എടുത്ത് നോക്കും, അനാലിസിസ് നോക്കും.
അതിൽ അഥവാ ക്യാൻസറായി വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഏത് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആണ് എന്ന് നോക്കണം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്റ്റേജ് ഓഫ് ക്യാൻസർ നമ്മളെ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ ഉണ്ടാവും. ഇനീഷ്യൽ സ്റ്റേജസ് എൻഡോമെട്രിയൽ ക്യാൻസറിൻ്റെ വളരെ ഇനീഷ്യൽ സ്റ്റേജസ് ആണെങ്കിൽ സർജറിയിൽ തന്നെ നമുക്ക് അത് ഓൾമോസ്റ്റ് ക്യൂർ ചെയ്യാൻ പറ്റും. പിന്നെ റെഗുലർ ഫോളോ അപ്പ് ചെയ്യണം. ഡെഫിനറ്റ്ലി ഇയർലി ഫോളോ അപ്സ് അറ്റ്ലീസ്റ്റ് ഫോർ 2 to 5 years നമ്മൾ ചെയ്തിരിക്കണം. അഥവാ കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജസ് ആണെങ്കിൽ പിന്നെ കീമോതെറപ്പി അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ. ഇപ്പം സാധാരണ നമ്മുടെ ടെസ്റ്റിന് അല്ലെങ്കിൽ ബയോപ്സിയിൽ അത് ക്യാൻസർ അല്ല എന്ന് നമുക്ക് ടെസ്റ്റ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു എൻഡോമെട്രിക് ബയോപ്സി അല്ലെങ്കിൽ സാധാരണ ഈ ബയോപ്സി പോയിട്ട് അതല്ലാതെ ഈ തിക്നെസ് കുറച്ചും കൂടി കൂടുന്നു അല്ലെങ്കിൽ യൂട്ടസിനകത്തുള്ള തിക്നെസ്സിന് അസ്വാഭാവികത കൂടുകയാണെങ്കിൽ അത് ഏത് തരത്തിലാണ് ഇപ്പോൾ സ്കാനിങ് അങ്ങനെ റിസൾട്ട് വന്നത്, അത് ഏത് തരത്തിലാണ് നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? ജനറലി നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോൾ അഥവാ തിക്നെസ് കൂടുതലാണ് വിചാരിച്ചോളൂ, ആ പോസ്റ്റ് മെനോപോസൽ ആ ഒരു ഏജ് ഗ്രൂപ്പിനെ കാട്ടിയും തിക്നെസ് കൂടുതൽ, ദാറ്റ് ഈസ് മോർ ദാൻ 5 mm പ്ലസ് അവർ സിംറ്റമാറ്റിക് ലക്ഷണങ്ങളും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ബയോപ്സി. ബയോപ്സി ചെയ്ത് അതിലെ അഥവാ റിസൾട്ട് ക്യാൻസർ ഒന്നുമല്ല, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ പറഞ്ഞിട്ട് അഥവാ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പലരും വിചാരിക്കും എന്താണ് ഈ ഹൈപ്പർപ്ലേഷ്യ, ഈ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ ഇത് ക്യാൻസറിൻ്റെ പോലെയാണോ, വിൽ ഇറ്റ് ആക്ച്വലി കോസ് ക്യാൻസർ, പിന്നീട് നമ്മൾ വേറെ എന്തെങ്കിലും ഫോളോ അപ്പ് ചെയ്യണോ, എക്സ്ട്രാ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യണോ, പലരും ആക്ച്വലി ഒരു ഡൗട്ട് ഉണ്ടാവും. സോ ഈ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ ബയോപ്സി റിപ്പോർട്ടിൽ നമുക്ക് അഥവാ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് എൻഡോമെട്രിയം ആവശ്യത്തിനെക്കാട്ടിയും കൂടുതൽ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സോ അതിനൊരു സ്റ്റോപ്പില്ലാതെ അത് ഇങ്ങനെ വളർന്നുകൊണ്ട് നിൽക്കുന്നത്. ആ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ അവർ റിപ്പോർട്ടിൽ പറയും സിമ്പിൾ ആണോ അല്ലെ സിമ്പിൾ ഹൈപ്പർപ്ലേഷ്യ ആണോ കോംപ്ലെക്സ് ആണോ, അങ്ങനെ അവർ ചില ടേംസ് യൂസ് ചെയ്യും. അതിൽ വളരെ സിമ്പിൾ എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ദാറ്റ് ഈസ് ടാബ്ലറ്റ്സ്, ഹോർമോണൽ ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വരും. മേ ബി ഫോർ എ പീരിയഡ് ഓഫ് 6 months എടുക്കേണ്ടി വരും. ആൻഡ് ദെൻ 6 months കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് അസസ് ചെയ്യേണ്ടി വരും. പക്ഷേ സിമ്പിൾ അല്ല അഥവാ അവർ കോംപ്ലെക്സ് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ പറഞ്ഞിട്ട് ബയോപ്സി റിപ്പോർട്ടിൽ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദെൻ വി ഷുഡ് ഓൾവേസ് ബി അലേർട്ട്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഈ കോംപ്ലെക്സ് പറയുന്നത് എപ്പോഴും ചെറിയ ശതമാനം ക്യാൻസറിലേക്ക് മാറാനുള്ള സാധ്യതകളും ഉണ്ട്. സോ അത് ആ പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി അനുസരിച്ചിട്ട് അവരെ എക്സാമിനേഷനും ബാക്കിയുള്ള സിംറ്റംസ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഹൗ വി ട്രീറ്റ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. ചിലപ്പം ഫ്യൂ ഓഫ് ഡോക്ടേഴ്സ് ദേ ഡയറക്ട്ലി ഗോ ഫോർ സർജറി ബിക്കോസ് എന്തിനാ റിസ്ക് എടുക്കുന്നത്, ഇറ്റ് ഈസ് ബെറ്റർ ടു റിമൂവ് എന്ന് വിചാരിച്ചിട്ട് ഹിസ്റ്ററെക്ടമി ചെയ്യും. ചില ആൾക്കാർ ദേ കണ്ടിന്യൂ വിത്ത് ട്രീറ്റ്മെൻറ്റ്, പക്ഷേ എല്ലാ 3 മാസം കൂടുമ്പോൾ അത് അസസ് ചെയ്യണം. എല്ലാ 3 മാസം കൂടുമ്പോൾ വിൽ ഹാവ് ടു റിപ്പീറ്റ് ദ ബയോപ്സി ചിലപ്പം, അല്ലെങ്കിൽ എല്ലാ 6 മാസം കൂടുമ്പോൾ ബയോപ്സി റിപ്പീറ്റ് ചെയ്ത് ഇതേപോലെ ഹൈപ്പർപ്ലേഷ്യ കാണിക്കുന്നുണ്ടോ, ഇതേപോലെ ഒരു എറ്റിപ്പിക്കൽ ഹൈപ്പർപ്ലേഷ്യ കാണിക്കുന്നുണ്ടോ നോക്കും. നോക്കിയിട്ട് ദെൻ വി പ്രൊസീഡ് ഐദർ ഡെഫിനറ്റ്ലി സർജറി. ഓക്കെ. സി മാം, നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിൽ അതായത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഓൾമോസ്റ്റ് നമ്മൾ കവറായി കഴിഞ്ഞു. നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം നമുക്ക്. അതെ, ഇതിന് മുൻപ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഈ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് പല ലേഡീസും ദേ ആർ നോട്ട് അവെയർ. പലരും വിചാരിക്കും മെൻസസ് നിന്നില്ലേ, മെൻസസ് നിന്ന് കഴിഞ്ഞ് ഒരു 1-2 episodes അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവുന്നത് നോർമലാണ്, അങ്ങനെ കാര്യമായിട്ട് എടുക്കണ്ട. ഇനി അഥവാ കുറച്ച് ഹെവി ബ്ലീഡിങ് ആണെങ്കിലും അവർ നെഗ്ലക്റ്റ് ചെയ്യും. ബട്ട് ഡോണ്ട് നെഗ്ലക്റ്റ്. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ വി ഷുഡ് ടേക്ക് കെയർ. 12 മാസം തുടർച്ചയായി നമുക്ക് പീരിയഡ്സ് ഇല്ല, പിന്നീട് ബ്ലീഡിങ് വന്നു, ആ ബ്ലീഡിങ് അഥവാ ജസ്റ്റ് ഒരു സ്പോട്ട് ഒരു സ്റ്റെയിൻ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ, നമുക്ക് റിലാക്സ് ആവാം. ആദ്യം റിപ്പീറ്റ് എപ്പിസോഡ്സ് ഉണ്ടാവുന്നുണ്ടോ നോക്കാം. പക്ഷേ അഥവാ വളരെ കൂടുതൽ ബ്ലീഡിങ്, ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി amount ഓഫ് ബ്ലീഡിങ്, ദ ഡ്യൂറേഷൻ ഓഫ് ബ്ലീഡിങ് ആൻഡ് ദ ടൈപ്പ് ഓഫ് ബ്ലീഡിങ്. ഭയങ്കര കട്ട ക്ലോത്ത്സ് ആയിട്ട് വരുന്നുണ്ട്, കൂടുതൽ എല്ലാ 2 മണിക്കൂർ പാഡ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ 7 days കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻസിൽ ഡെഫിനറ്റ്ലി വിസിറ്റ് എ ഡോക്ടർ, ഡോണ്ട് ഡിലേ. മെഡിട്രാക്കിലെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ എപ്പിസോഡിൽ കാസർഗോഡ് വിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിച്ച ഡോക്ടർ നീരജ മാഡത്തിന് കാസർഗോഡ് വിഷൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു മാം. താങ്ക് യു.